ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ അടുത്ത മത്സരം എഗെയിൻ അഫ്ഗാനിസ്ഥാനെതിരെയാണ്. നമ്മൾ എവയാണ് നേരത്തെ കളിച്ചെങ്കിൽ ഹോമിലാണ് കളിക്കാൻ പോകുന്നത്. നാളെയാണ് മത്സരം 7 മണിക്ക് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. ഈ ഒരു മത്സരം നമുക്ക് ജിയോ സിനിമ വഴിയും അല്ലെങ്കിൽ സ്പോർട്സ് 18 വഴിയൊക്കെ ലൈവ് ടെലികാസ്റ്റ് കാണാം. ഇത്തവണ നമുക്ക് പൈസ ഒന്നും കൊടുക്കാണ്ട് തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞൊരു മത്സരം എവേ പോയി കളിച്ച് സൗദിയിൽ പോയി കളിച്ച മത്സരം വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മത്സരം ഡ്രോ ആയിരുന്നെങ്കിലും ഒരു മോശം തോൽവി നേരിടേണ്ടി വന്നിട്ടുള്ളൊരു മത്സരശേഷമുള്ളൊരു പ്രതീതിയായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു മത്സരത്തിന് ശേഷം നമ്മൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തതാണ് എന്നുള്ളതാണ്. അപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്നു, അവരുടെ ടീം അങ്ങനെ ഒരു വലുതായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളൊരു കാര്യവും ഉണ്ടായിരുന്നു. അതുകൂടിക്കൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഒരു പുതിയ സെറ്റ് ഓഫ് പ്ലേയേഴ്സുമായിട്ട് ആണ് അവർ വന്നത്. പെട്ടെന്നുണ്ടായ ടീമാണ്. എന്നിട്ട് കൂടി അവർക്ക് ആ ഡ്രോ നേടുക സാധിച്ചെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയതുല്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമിലിയേഷനൊക്കെ പോലെയുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഏതായാലും ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന ഒരു പരിശീലകൻ, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഒക്കെ ഇന്ത്യയിൽ വിജയിച്ചിട്ടുള്ളതാണ്. ബംഗളൂരു എഫ്സിയുടെ തുടക്കകാലത്ത് നമുക്കറിയാം. അപ്പം എത്ര ഒരു മികച്ച കോച്ചാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പം അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിനൊരു മറുമരുന്ന് എന്ന വണ്ണം ഈഗോർ ഷിമാച്ച് അടുത്ത മത്സരം, അതായത് ഹോമിൽ എങ്ങനെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ആകെ പറഞ്ഞതിലൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോം മത്സരമാണ്. ഹോം മത്സരങ്ങളിൽ അത്യാവശ്യം നമുക്ക് റിസൾട്ടുകളൊക്കെ കിട്ടാറുണ്ട്. അത് മാത്രമാണ് പ്രതീക്ഷ. അത് ഏത് തരത്തിൽ വരും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പായിട്ടും നോക്കി കാണേണ്ട ഒരു കാര്യം. ഫസ്റ്റ് മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, സഹൽ അബ്ദുൾ സമദ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം നമ്പർ 10 പൊസിഷനിൽ ബ്രാൻഡനെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അവിടെ കളിച്ചത് ഒരു 4-4-2 പോലെയോ അല്ലെങ്കിൽ ഒരു 4-4-1-1 പോലെയോ ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ സുനിൽ ഛേത്രി ഒരു സെക്കൻഡ് സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു നമ്പർ 10 റോളിലോ കളിച്ചു. അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ്ലി അവിടെ നിലച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ അല്ല സുനിൽ ഛേത്രി. അതുപോലെ തന്നെ മൻവീർ റൈറ്റിൽ കളിച്ചു. സോ അദ്ദേഹം പോരായിരുന്നു. മൻവീർ റൈറ്റിൽ കളിച്ചുകൊണ്ട് ചാങ്തെ തൻ്റെ സ്വാഭാവിക പൊസിഷനായിട്ട് റൈറ്റിൽ കളിക്കാണ്ട് ലെഫ്റ്റ് കളിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്രമേൽ തിളങ്ങാൻ സാധിച്ചില്ല. സോ കംപ്ലീറ്റ്ലി നമ്മളൊരു ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സായിട്ട് കളിച്ച 2 പ്ലേയേഴ്സും ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള അപ്പുയും ജീക്സനുമാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചേഞ്ചസ് ആണ് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് മുമ്പ് ഇവിടെ റീപ്ലേസ്മെൻറ്റ്സ് ആണ്. അതാത് പൊസിഷൻസിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഗെയിമിലൊരു ചേഞ്ച് വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും സഹൽ അവൈലബിൾ അല്ല. സോ അദ്ദേഹത്തിന് ഒരു 1 വീക്കൊക്കെ റെസ്റ്റ് വേണം. അപ്പം ആംസ്ട്രിങ് ആണ്. അപ്പം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. സോ ഓരോ പൊസിഷൻസ് നോക്കുന്ന സമയത്ത് എവിടേക്കാണ് ചേഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ റൈറ്റ് ബാക്കിൽ അമയെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം നല്ല ഫോമിൽ കളിക്കുന്ന, അദ്ദേഹം ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. ഡിഫെൻസീവ്ലി നന്നായിട്ട്. കാരണം ക്രിയേറ്റീവ് മീൻസ് അദ്ദേഹത്തിൻ്റെ ക്രോസസ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് വരുന്നു. അദ്ദേഹം മോസ്റ്റ് നമ്പർ ഓഫ് അസിസ്റ്റ്, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തവരിൽ ടോപ്പ് ലിസ്റ്റിൽ തന്നെയുള്ളൊരു പ്ലെയർ തന്നെയാണ്. അതുപോലെ ഒരു അപ്പുയയ്ക്കൊപ്പം ഒരു കോമ്പിനേഷനിൽ സുരേഷിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു ബോക്സ് ടു ബോക്സ് കളിക്കാനും വർക്ക് റേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ക്രിയേറ്റീവ് സംഭവങ്ങൾ ഉണ്ടാകും. മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി കാര്യങ്ങൾ വർക്കൗട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കും. കാരണം ജീക്സൺ ഇപ്പം അവർ ഇഞ്ചുറി കഴിഞ്ഞുകൂടി തിരിച്ചു വന്നുകൊണ്ട് അത്ര ഇപ്പോഴും അങ്ങോട്ട് ഒന്നും സെറ്റായി വരുന്നില്ല. അദ്ദേഹം ടോപ്പ് പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ സുനിൽ ഛേത്രിക്ക് പകരം ബ്രാൻഡൻ ഫെർണാണ്ടസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ബ്രാൻഡൻ കഴിഞ്ഞൊരു മത്സരത്തിൽ അത്ര ഒരു മികച്ച ഒരു കളി കാണിച്ചില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ചെറിയ എന്തൊരു അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത്ര വെല്ലല്ലായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് തിരിച്ചു വന്നേക്കാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അത് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഈവൻ അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസസ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നമുക്കത് എഫക്റ്റീവായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റൈറ്റിൽ ചാങ്തയെ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റിൽ മഹേഷിനെ കൊണ്ടുവരണമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈവൻ ചിലപ്പം ലിസ്റ്റൺ ആണെങ്കിലും വരാം. കാരണം ലിസ്റ്റൺ കഴിഞ്ഞ മാച്ചിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. സോ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ വിക്രം പ്രതാപിനെ തന്നെ കളിപ്പിക്കണം ഛേത്രിക്ക് പകരം. ഛേത്രി ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ആണ് പരീക്ഷിക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞൊരു മാച്ചിൽ യാതൊരു വിധത്തിലൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ ഇപ്പോൾ നമുക്കറിയാം, ഞാൻ മുമ്പും പറഞ്ഞു, നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നേഷന് വേണ്ടി നൽകിയിട്ടുള്ളൊരു പ്ലെയറാണ്. പക്ഷേ നിലവിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നാഷണൽ ടീമിലാണെങ്കിലും ക്ലബ് ലെവലിലാണെങ്കിലും ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഏജ് എന്നുള്ളതൊരു ഫാക്ടർ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ്. ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ 3rd റൗണ്ട് പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ മറക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇനി വരാൻ പോകുന്നത് കുവൈറ്റും അല്ലെങ്കിൽ ഖത്തറും പോലെയുള്ള ടീമുകളാണ്. അപ്പോൾ അവർക്കെതിരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടുകൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കൊരു ഈസി ആയിട്ട് 3 പോയിൻറ്റ്സ് നേടിയെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ളത്. അവരുടെ അവസ്ഥ അത്ര നിലയിലല്ല ഉള്ളത്.
സോ അതെങ്ങനെ മാറ്റിയെടുക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കമ്പോസ്റ്റ് കാണിക്കാൻ സനിയ.